ഒളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഈ യു മസ്റ്റ് ഡിഗ് ഇറ്റ്. അതായത് വെറുതെ ചെന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അലമാരി ഇരിക്കണം എന്നല്ല പറയണത്, ഒളിഞ്ഞു കിടക്കണം എന്നാണ് പറയണത്. അപ്പം നമ്മൾ പ്രാർത്ഥന കൊണ്ടും കമ്മിറ്റ്മെൻറ്റ് കൊണ്ടും നമ്മളിത്, ഈ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞ് അമ്മയെടുത്ത് ഇതിനൊക്കെ വഴിയുണ്ട്, അമ്മ ഈശോയോട് ചോദിച്ച് എന്നെ സഹായിക്കണം, എനിക്കാരുമില്ല ഇത് പറഞ്ഞു തരാനും തിരക്കാനും ഒക്കെ. ഇതാണ് ഡയലോഗ് എന്ന് പറയണത്. അത് തന്നെയാണ് ഈ അജി തോമസും ചെയ്തത്. എനിക്ക് വയസ്സ് 32, ഞാൻ പുറത്തിറക്കുമ്പോൾ 40 വയസ്സ്. അപ്പം പെണ്ണ് കെട്ടുവെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. നീ അത് തീരുമാനിക്കണം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തോട് ഡയലോഗ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അധികാരം ഇവരെങ്ങനെ ഒപ്പിച്ചെന്ന് നമ്മൾ അറിയണം. അധികാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആത്മബന്ധം കുറച്ച് കഴിയുമ്പോൾ അധികാരമായിട്ട് മാറും. ആത്മബന്ധമായിട്ടാണ് നമ്മൾ തുടങ്ങണത്. വിശ്വാസത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യം ഒരു അവിശ്വാസമായിരിക്കും ഉണ്ടാകുന്നത്, പിന്നെ വിശ്വാസം, പിന്നെ അതിജീവിത വിശ്വാസമുണ്ട്. സാധാരണ ക്ലേശങ്ങൾ അതിജീവിക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു 1 Pത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതായത് ഒരു പരീക്ഷയെ നമ്മുടെ വിശ്വാസം അതിജീവിച്ചാൽ അതിന് പിന്നെ അതിൻ്റെ മൂല്യം കൂടും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയുന്നത്. ഒരു പരീക്ഷയെ നമ്മൾ അതിജീവിച്ചെന്ന് വിചാരിച്ചോ, പലതരത്തിലുള്ള പരീക്ഷകൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പുണ്യമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമുക്ക് രോഗങ്ങൾ, നല്ല നിർണായകമായ സമയത്ത് നമുക്ക് രോഗങ്ങൾ വരും. ചിലർക്ക് ചില പരീക്ഷ എഴുതാൻ പറ്റാതെ വരും. ചിലർക്ക് ചില കല്യാണം തന്നെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് കല്യാണം വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ച് ഒരുങ്ങി മനസ്സമ്മതം നടത്തി എല്ലാവരും അറിയിച്ചിട്ട് ഇപ്പോൾ കല്യാണം വിട്ടുപോയാൽ പിന്നെ അവർ പ്രാർത്ഥിക്കത്തില്ല. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കപ്പിനും ചുണ്ടിനും വന്ന കല്യാണം വിട്ടുപോയില്ല, ഇനി എന്നായി, അത് ദൈവത്തിന് വിളിക്കാനാണ്, ഞാൻ നിർത്തിയെന്ന് പറയും. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷ ഉൾപ്പെട്ടെങ്കിലും നീ പിന്നെ അതിനെ അതിജീവിച്ച് വിശ്വാസം പ്രഖ്യാപിച്ചാൽ നിൻ്റെ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാകും. അതിജീവിത വിശ്വാസം. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്തെങ്കിലും നമ്മൾക്ക് അർഹമായ കാര്യങ്ങൾ, പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ അത് അർഹമായ കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. നമുക്ക് അർഹമായത് കിട്ടാതിരിക്കുകയും അനർഹർക്ക് അത് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ടാകും. അപ്പോൾ വിഷമമുണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷെ അത് പ്രാർത്ഥനയെ ബാധിക്കുന്നില്ല എങ്കിൽ നിൻ്റെ വിശ്വാസം അതിജീവിച്ച വിശ്വാസമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്ക് അർഹമായത് കിട്ടിയില്ല, അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടി, അത് സ്വാഭാവികമായിട്ട് നടക്കണം, ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നിൻ്റെ പ്രാർത്ഥനയെ ബാധിച്ചിട്ടില്ലെങ്കിൽ, എന്നാത്തിന് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിച്ചിട്ട് ഇതില്ല, പിന്നെ ലോകത്ത് പ്രാർത്ഥിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടത്. എൻ്റെ അവസ്ഥ ഇത് തന്നെ കണ്ടില്ല, എനിക്കറിയാമല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കുന്ന ആളാണ്. പക്ഷേ എന്നാ പറ്റി, ഇപ്പം നമുക്ക് ഭാവി ചെന്നേരം പാതാടാണെന്ന് പറഞ്ഞാൽ പട്ടി എന്ന സ്ഥലത്ത് പടിവാതിൽ തുറക്കണമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. നാട്ടുകാരുടെ കുറേ വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇവർക്കിട്ടൊന്ന് കർത്താവ് തോണ്ടിയാൽ മതി, അപ്പോൾ വായിന്ന് പഴമൊഴി തന്നെ കാണാം, ഭാവി ചെന്നേരം പാതാളം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിനെ ആക്കിക്കളയും. ഇവിടെയാണ് വിഷയം വരുന്നത്. ചില ആൾക്കാർ മിണ്ടത്തില്ല. കർത്താവ് ഇതിനേക്കാളും ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അവരുടനെ അതിൽ വിശ്വാസം പ്രഖ്യാപിക്കും. അതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. അതായത് ഇഷ്യൂസ് വന്നു, നമുക്ക് ന്യായമായി കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല, പക്ഷേ ഒരു പ്രാർത്ഥനയില്ലാത്ത ആൾക്കാർക്ക് അത് കിട്ടുകയും ചെയ്തു, നമ്മളത് കാണുകയും ചെയ്താണ്. അവരുടെ പത്രാസ് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കുലുക്കവുമില്ല. നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ആ വിശ്വാസത്തിന് മൂല്യം ഉണ്ടാവും. ഈ മൂല്യം ഉള്ള വിശ്വാസം കൂടുന്നതനുസരിച്ചുകൊണ്ട് ആധികാരികത വളരും. ആധികാരികത എന്ന് പറയണത്, ഇപ്പോൾ ഇവർ തന്നെ ഒരു അജയ് തോമസ് എന്താ ചെയ്യുന്നത്, കർത്താവിനോട് സംസാരിക്കുകയാണ്. 32 വയസ്സായല്ലോ, ഇനി 40 വയസ്സിലാണ് ഞാൻ പാസ് ഔട്ട് ആകണമെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടുമോ, എനിക്ക് ജോലി അപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര കാലം കൂടി ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ നീ നിൻ്റെ സൃഷ്ടാവുമായിട്ട് നീ ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യണത്, ഇവനത് ഷെയർ ചെയ്താൽ ദൈവം കേൾക്കും. എന്താ കാര്യത്തിൽ ഇവൻ റിലേഷൻസ് ഉണ്ട്. അതാണ് വിഷയം. ഉടമ്പടി എന്ന് പറയണത്
റിലേഷൻ ഇല്ലാത്തവർക്ക് റിലേഷൻ ഉണ്ടാക്കുകയും ഉള്ള റിലേഷൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യണതിനാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രേരണ പ്രശ്നം അതാണ്. റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇതോടുകൂടി റിലേഷനിലാകും ദൈവവുമായിട്ട്. റിലേഷൻ ഉള്ളവരുടെ റിലേഷൻ ബൂസ്റ്റ് ചെയ്യപ്പെടും. അതാണ് അജയ് ചെയ്തിരിക്കുന്നത്. അവന് പെട്ടെന്ന് കർത്താവ് അവന് നമുക്ക് കൊളോസ്യസ് 2:3 അനുസരിച്ചുകൊണ്ട് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും നിധി അവനല്ലേ ഒളിഞ്ഞു കിടക്കുന്നത്. ഇവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ടല്ല. കർത്താവിനോട് പറഞ്ഞ് നീ ജർമ്മൻ ടെസ്റ്റ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു, B2 ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞുതരാം, അവൻ ഇപ്പോൾ എനിക്ക് 2 മാസത്തിൽ ഈ വർഷത്തിലാണ് 2 വർഷത്തിനുള്ളിൽ ജോലി സെറ്റാകും. ജർമ്മനി എനിക്ക് ജോലി ശിക്ഷ. അപ്പോൾ 6 വർഷം എൻ്റെ ഇത് കുറഞ്ഞ്, 6 അല്ല 8 വർഷം കുറഞ്ഞ്. എന്നിട്ട് അജയ് എങ്ങോട്ടാണ് പോണത് ഇത് പറഞ്ഞുകൊണ്ട്? ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ 40 വയസ്സ് കർത്താവ് 34 ചുരുക്കി തന്നു. ഇതാണ് അത് പറയാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും പറയണത്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയവും ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവം സംസാരിക്കുന്നത്. അല്ല ഇതൊക്കെ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതെന്നല്ല പറയണത്. ഇതെല്ലാം ബോധമുണ്ട് അവന്. കാര്യം ഇതെല്ലാം ക്രിസ്തു എന്ന് പറയുന്നൊരു ബോധത്തിൽ നിന്നുകൊണ്ടാണ്, ആക്സസിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങളെ അവൻ സമീപിക്കുന്നത്. ഇതൊരു വിശ്വാസി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അമ്മയും മകനും കൂടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇത് 7 നിങ്ങളെ മുറി നിന്നുകൊണ്ട് കിണറ്റി വെള്ളമില്ലാത്തതിന് മുറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ കിണറ്റിപ്പോയി നിന്നുകൊണ്ട് അതിൻ്റെ ചുറ്റും ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. ഉടനെ അമ്മയും മകനും കൂടി ജെറീക്കോ പ്രാർത്ഥന എല്ലാം പറഞ്ഞു. വെള്ളമില്ലാത്ത 100-400 അടി താഴ്ചയുള്ള കിണറാണ്. അതിൻ്റെ ചുറ്റും പോയി നിന്നുകൊണ്ട് ഇവർ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലി അങ്ങനെ വീണ്ടും വന്ന് ഇവർ പിറ്റേ ദിവസം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. പിന്നെ അവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണത്. പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരും, നന്നായിട്ട് സമാധാനം എടുത്ത് ചെല്ലാൻ പറ്റും. അപ്പം അതുകൊണ്ട് അമ്മയമ്മനും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന തന്നെയായാലും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉടമ്പടി പോലും വന്നിരിക്കുന്നത്. ഉടമ്പടി ഇത്രയും അനുഗ്രഹങ്ങൾ ആൾക്കാരെ കിട്ടാൻ കാരണം പ്രത്യക്ഷീകരണത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടികളാണ്. അപ്പോൾ ഉടമ്പടിയിൽ നീ വെച്ചിരിക്കുന്ന ഉടമ്പടിയിൽ നിനക്ക് ഹെവി ഡ്യൂട്ടിയുള്ള അനുഭവങ്ങൾ കിട്ടേണ്ടത് നമ്മുടെ മാത്രം കാര്യമല്ല, ദൈവത്തിൻ്റെ കൂടി കാര്യമാണ്. എന്താണ്? അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാനും സഭ അത് പഠിക്കാനും ഈ സാക്ഷ്യമാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ഉടമ്പടി വഴി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അജയ് എന്ത് വെച്ചാൽ അജയ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താ ചെയ്യണത്? അമ്മയും മകനും കൂടി എല്ലാ ദിവസവും കിണറിൻ്റെ ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇത് എവിടുന്ന് പറഞ്ഞു കൊടുത്തു? ആര് പറഞ്ഞു കൊടുത്തു? ജോസഫച്ച പറഞ്ഞു കൊടുത്താൽ? ഞാനവനെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ ഇവിടുത്തെ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുത്താൽ? ഇല്ല. കൗൺസിലേഴ്സ് കോമൺ തിങ്സേ പറയത്തുള്ളൂ. പെർട്ടിക്കുലർ തിങ്സ് എങ്ങനെ വരുന്നതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതാണ് കൊളോസ്യസ് 2:3. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവന് നിക്ഷിപ്തമായിരിക്കുന്നു. ഈ ജ്ഞാനമാണ് ഇവന് കൈമാറി കൊടുത്തിട്ട് പറയുന്നത്, നീ ഇത് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? കിണറ്റിന് ചുറ്റും പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക. കിണറ്റിന് ചുറ്റും 1-ാം ദിവസം ചൊല്ലി, 2-ാം ദിവസം ചൊല്ലി, 3-ാം ദിവസം ചൊല്ലി. അജയ് പറയുകയാണ്, 7-ാമത്തെ ദിവസം 7-ാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ വിസ്ഫോടനം ഉണ്ടായെന്നാണ്. ഒക്കെ പറയണ കേൾക്കാൻ രസമാണ്. ഈ അഭ്യസ്ത വിദ്യനെ എന്ത് മനോഹരമായിട്ടാണ് ദൈവത്തിനെ പ്രഘോഷിക്കുന്നത്. അതായത് ആകാശ വിസ്ഫോടനം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇടിവെച്ചുകൊണ്ട് മഴയാണ്. പിന്നെ അവൻ പറയണത്, ഞങ്ങളുടെ കിണർ പിന്നെ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ലെന്നാണ്. അതിലെ എല്ലാത്തിൻ്റെയും ഒരു നോഹൗ, എല്ലാത്തിൻ്റെയും നോഹൗ ഇത് ജ്ഞാനസൂത്രങ്ങൾ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടണം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ മുന്നാധാരം ഇല്ല, അവർക്ക് ഭാഗ ഉടമ്പടി ചെയ്യണം, പക്ഷേ മുന്നാധാരം വേണം. അപ്പോൾ നിങ്ങൾക്ക് മുന്നാധാരം ഇല്ലെങ്കിൽ വലിയ കഥയാണോ ഇത്? വലിയ കഥയൊന്നുമില്ലല്ലോ. ആൾക്കാർ മുന്നാധാരമൊക്കെ ഈ ആധാരം ഇപ്പം നിലവിലിരിക്കുന്ന ആധാരം ആർക്കെങ്കിലും 5 സെൻറ്റ് കൊടുത്ത് അതിന് ആധാരം നമ്മുടെ നാട്ടിൽ തന്നെ ഷെയറായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്ത് അതിനൊരു ആധാരം ഉണ്ടാക്കിയെടുത്തൊക്കെ ആൾക്കാർ പല പരിപാടിയൊക്കെ ചെയ്യും. ആദ്യ പരിപാടി ബന്ധം ഉണ്ടെങ്കിൽ പല പരിപാടിയും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ചിലപ്പോൾ ഗവൺമെൻറ് ചില സമയത്ത് വൃത്തിമെനയുള്ള പൊക്കോരവും ചെല്ലുമ്പോൾ ഇതെല്ലാം പിടുത്തം പിടിക്കും. അതല്ല സംഭവം. ഇതൊന്നും അല്ല ഇതിൻ്റെ വിഷയം. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് 10-75 കൊല്ലമായിട്ട് പൊക്കോര് ചെയ്യാത്ത സ്ഥലമാണ്.
അത് ഭാഗ ഉടമ്പടി ചെയ്യാത്ത സ്ഥലമാണ്. ഓരോ ആൾക്കാർക്ക് അവരവരുടെ അത് ഭാഗം വെച്ച് കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അത് 75 കൊല്ലം മുമ്പുള്ള മുന്നാധാരമാണ്. അത് കാണാനില്ല. പല വീട്ടുകാരൊക്കെ ഇല്ല, തറവാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ മാറി മാറി താമസിക്കുമ്പോൾ ഓരോ അണ്ണന്മാരുടെ കയ്യിലാകും. ആ അണ്ണന്മാരെ മരിച്ചു പോകുമ്പോൾ അവരുടെ ജീവിത പങ്കാളികൾ വേറെ വല്ല നാട്ടിൽ നിന്ന് കെട്ടി വന്നായിരിക്കും. അവർക്ക് മുന്നാധാരം എന്താണ്, പിന്നാധാരം എന്താണെന്നൊക്കെ അവർക്കൊരു പിടിയും കിട്ടും. ചിലപ്പോൾ ഇലിയും കുറണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കേസ് കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗോടമ്പടി നടക്കാത്ത കാരണം ആ തറവാട്ടിൽ താമസിക്കുന്നവർക്ക് വീട് വിൽക്കാനോ വീട് വെക്കാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. വെറുതെ ഉറഞ്ഞ തറവാട്ടിൽ മുടിഞ്ഞ ജീവിതമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അമ്മയെടുത്ത് കൊണ്ട് അമ്മയെ തറവാട്ടിൽ ഭാഗോടമ്പടി ചെയ്യാൻ പറ്റണില്ല, മുന്നാധാരം ഇല്ലാത്ത കൊണ്ടൊന്നും നടക്കണല്ലേ. അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് മുന്നാധാരം തിരക്കനായിട്ട് കേട്ടു, ഇന്നുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് ഒറ്റ ആഴ്ചക്കുള്ളിൽ മുന്നാധാരം കിട്ടി. അത് സാക്ഷ്യമാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഉടമ്പടി വെച്ച് അത് 75 കൊല്ലം കാണാത്ത മുന്നാധാരം ഒറ്റ ആഴ്ചക്കുള്ളിൽ കിട്ടുകയും അടുത്ത ആഴ്ച ഈ സംഭവം പോക്കുവരവ് ചെയ്ത് മാറ്റുകയും. ഇത്രയും സ്പീഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയെല്ലാം അവനിലുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? അവൻ്റെ ഈ ജ്ഞാനം അല്ലെങ്കിൽ അവൻ്റെ ഈ അറിവ്, വിലപ്പെട്ട അറിവ്, ഇത് നിനക്ക് കൈമാറിത്തരാൻ ചിലപ്പോൾ നിന്നേക്കാൾ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നത് ആ കുടുംബത്തിൽ വേറെ ആൾക്കാർ മരിച്ചുപോയി കാണും. അവർക്ക് കൊടുക്കാത്ത സാധനം നിനക്കെങ്ങനെ തരും? ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ മനസ്സിലാക്കില്ലേ? ഈ 75 കൊല്ലമായിട്ട് കിട്ടാത്ത മുന്നാധാരമാണ് അത്. ഇപ്പോഴും വന്നിരിക്കുന്ന അവിടെ കെട്ടി കല്യാണം കഴിച്ച് വന്നിരിക്കുന്ന ചേട്ടത്തി അവിടെ താമസിക്കുമ്പോൾ ഉറഞ്ഞ വീടാണ്. അതിനകത്ത് നിലവിൽ പാമ്പും പഴുതാരയും എല്ലാം കയറിയിട്ട് അവർ അനങ്ങാനും പാടില്ല. ഇതിന് ഭാഗോടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നാധാരം വേണം. അപ്പോഴേ ഇപ്പം വന്നിരിക്കുന്ന ആളിനെ അവിടെ ജീവിച്ച് താമസിച്ചിട്ട് എത്രയോ മനുഷ്യരോട് ജീവിച്ച് താമസിച്ചു അവർക്ക് കൊടുക്കാത്ത മുന്നാധാരം ഈ ചേട്ടത്തിക്ക് കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? കിട്ടാൻ നിർബന്ധമില്ല. കിട്ടാനുള്ള കാരണം എന്താണ്? അമ്മ അത് വിഷയം ടേക്കപ്പ് ചെയ്യണതുകൊണ്ടാണ്. ഉടമ്പടിയിൽ നിൽക്കണം, മധ്യസ്ഥ നിൽക്കണം ആരാണ്? അമ്മയാണ്. അമ്മ ഈ വിഷയത്തിൽ ടേക്കപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധേന ആ മുന്നാധാരം ഇവിടെ മുന്നിലേക്ക് അമ്മ എത്തിക്കും. പക്ഷേ ഇത്രയും വലിയൊരു സംഭവമാണ് ഉടമ്പടി എന്നുള്ളത് ബോധം വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ ഉടമ്പടി ധ്യാനം അപ്ഡേഷൻ ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടി ഷെയർ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളെ സുവിശേഷ വിഹിതമായി വിശ്ലേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കീറാമുട്ടിയായിട്ട് കിടക്കുന്ന അവസ്ഥകളെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് വെളിപാട് പോലെ ഇതിൻ്റെ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രോഗശാന്തി, അങ്ങനെ പല കാര്യങ്ങളും ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം ആൾക്കാരിലേക്ക് പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്? വെള്ളം, ജോലി. എനിക്ക് രസമുള്ളത് പറഞ്ഞത് അവരുടെ അമ്മ രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അജയ് എന്ന് പറയുന്ന ആളിന് തോളിലൊരു മുഴ, അങ്ങനെ ഷവ് പോലെ ഇങ്ങനെ അപ്പോൾ ഉടുപ്പിടുമ്പോൾ ഷർട്ടിടുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധം എന്താണ്? ഉടമ്പടി തൈലമെടുത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ട്. പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് സംഭവം കാണുന്നത്. ഒന്നെങ്കിൽ അമ്മ ഇവിടെ പുറകിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇവ മുമ്പിലാണ് നിന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അത് ചെറുപ്പക്കാരൻ സാധാരണ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ മാറി സൈഡിലോട്ട് പോകുന്നതാണ്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവ മുമ്പിൽ നിൽക്കുന്നു, അമ്മ പുറകെ നിൽക്കുന്നു. അമ്മ നിൽക്കുമ്പോൾ അമ്മയോട് കർത്താവ് പറഞ്ഞ് ഇവൻ്റെ മുറിവില്ലേ, ഇവൻ്റെ ഈ മുഴയില്ലേ, അത് ഒരിടത്തും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്തിട്ട് അവൻ്റെ ആ മുഴയിലൊന്ന് തൊടാൻ പറഞ്ഞ് കുരിശിടും. അജയുടെ സാക്ഷ്യം പറയുന്നതിൽ അമ്മ ആ മുഴയിൽ കുരിശിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീ കത്തി ഇറങ്ങുന്നത് പോലൊരു ഫീലാണ്. ഞാൻ നോക്കുമ്പോൾ തപ്പി നോക്കുമ്പോൾ മുഴയിൽ അവിടെ മുഴയില്ലെന്ന്. ഇത്രയും സ്പീഡാണ് വിഷയം, ഓരോ വിഷയങ്ങൾ. പക്ഷേ നമുക്ക് മനസ്സിലാകണത് എല്ലാത്തിനും മുഴകളായാലും ശരി, ഭാഗോടമ്പടി ആയാലും ശരി, കിണറ്റിലെ വെള്ളമായാലും ശരി, ഉടമ്പടിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ
ഇതിൻ്റെ ടെക്നിക്സ് ഇത് നിന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവവുമായിട്ട് നിനക്ക് ഒരു റിലേഷൻസ് ഉണ്ടാകണം. അതാണ് ഞാൻ അവരെ ഉക്രൈൻകാരെ പറഞ്ഞത്. അവർ മരണത്തെ മുഖത്തോട് മുഖം കാണുമ്പോഴും വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അവരാ സമയം. അപ്പം അത് ചില ഈ സമയത്താണ് വലിയ വില നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം, വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കും. വ്യക്തിയുടെ മൂല്യം എവിടെ വർദ്ധിക്കും? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ വചനാധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ മാർത്ത കർത്താവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പലതരം കറി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും കൗണ്ട് ചെയ്യണില്ല കർത്താവ്. ഇതൊക്കെ ആവശ്യമുള്ളതായിട്ട് പറയണില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിന് കൂടി അത് ആവശ്യമുള്ളതായിട്ട് തോന്നണം. അതുകൊണ്ടാണ് 10:42 ലൂക്കാ സുവിശേഷം പറയണത്, മാർത്ത നീ വലിയ പല കാര്യങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയാണ്, ആവശ്യമുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളെന്ന്. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക. ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് കണ്ടില്ലെങ്കിൽ വേറെ പലതിനെയും നമ്മൾ നിധിയായിട്ട് കാണേണ്ടി വരും. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? കൊളോസ്യസ് 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു നിധിയാണ്. ഇപ്പം നമ്മൾ 2:3 എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു നിധിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ പലതും നിധിയാണെന്ന് നമുക്ക് തോന്നേണ്ടി വരും. ക്രിസ്തു നിധിയാണെന്ന് നമുക്ക് തോന്നണം. അതാണ് നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. ക്രിസ്തു നിധിയാണെന്നുള്ളത് ഒരു ബോധ്യമാണ്. അതാണ് സ്വത്തെന്നാണ് കൊളോസ്യസ് 2:2 പറയണത്. അപ്പോൾ നമ്മൾ ധനവാനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിധിയായിട്ട് ആർക്ക് തോന്നുന്നു അവനാണ് ധനവാൻ. ശ്രദ്ധിക്കട്ടെ. ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് നിധിയാണെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എപ്പോഴാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ? ഉന്നതമാണ്. നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. നല്ല വില കിട്ടുന്ന വിശ്വാസത്തിന് നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. യുക്രൈൻകാർ അതാണ് ചെയ്തത്. അവർ മരണത്തെ മുഖാമുഖ്യം കാണുന്ന സമയത്താണ് അവർ പള്ളിയിൽ ചെന്ന് കുമ്പസാരക്കൂട്ടി മുട്ടുകുത്തി നിൽക്കുന്നത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് നിലവറയിൽ ഓർഡർ ചെയ്യണം പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ. അല്ലാതെ ലഞ്ച് കൊണ്ടുവരാനല്ല ഓർഡർ ചെയ്യണത്, പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഫെയ്ത്ത് നല്ല അത് പ്രഖ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഫെയ്ത്ത് അവർ സെയിൽ ചെയ്യാണ്, ഫെയ്ത്ത് അവരെ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ നടക്കുന്നത്. ഫെയ്ത്ത് കൊടുക്കുക, വിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫെയ്ത്ത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം വർദ്ധിക്കും. നമ്മുടെ മൂല്യം വർദ്ധിച്ചിട്ട് നമുക്ക് അധികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിജീവിത വിശ്വാസത്തിൽ നിന്ന് അധികാരം ഉണ്ടാകും ദൈവത്തോട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോലെയായിരിക്കും. ഇപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഖ്യം, അധികാരം വെച്ച് നിങ്ങളൊക്കെ വിശ്വാസ അധികാരം പ്രാപിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കണ പോലെ തോന്നും. നിങ്ങളുടെ കയ്യിലുള്ള പോലെ, അതിൻ്റെ കർത്താവിൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ആശയപരമായിട്ട് പറയാമെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അധികാരം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള പോലെ ഈശോ
യുടെ കയ്യിൽ ഈശോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളൂ. അപ്പോൾ നമുക്ക് അങ്കലാപ്പില്ലാതെ പോകും. അങ്കലാപ്പ് അങ്ങനെ അധികാരം പ്രാപിക്കുമ്പോൾ, വിശ്വാസ അധികാരം പ്രാപിക്കുമ്പോൾ അങ്കലാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾക്ക് കടമുണ്ട്, ആ കടം പരിഹരിക്കാനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പനി അടച്ചു പോയില്ലേ, അവിടെ കമ്പനി അടച്ചേക്ക് മാനേജർ മരിച്ചു, അവിടെ 15 ലക്ഷം രൂപ മാനേജറുടെ കയ്യിലായിരുന്നു, ആ കാശിന് കണക്കുമില്ല, ഇപ്പോൾ ഇവർക്ക് ജീവിതമില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ അവർക്ക് വേറൊരു ഓർഡർ 41 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്ത് PP കിറ്റിൻ്റെ. ഇതാണ് സംഭവം. അപ്പോഴേ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നീ രക്ഷപ്പെടാനുള്ള മാർഗം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഉടമ്പടി എടുത്ത് ദൈവവുമായിട്ട് ആത്മബന്ധമല്ല, ആത്മബന്ധം കഴിഞ്ഞാലുള്ളത് അധികാരബന്ധമാണ്. ദൈവമായിട്ടൊരു അധികാരബന്ധം. അതിന് ആദ്യം വേണ്ടത് ബോധമാണ്, പിന്നെ വേണ്ടത് ബോധ്യമാണ്, പിന്നെ വേണ്ടത് സാക്ഷ്യമാണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഉടമ്പടി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ നിധിയാണ്, ക്രിസ്തു എന്ന് പറഞ്ഞ ജ്ഞാനമാണ്, ക്രിസ്തു എന്ന് പറയുന്നത് അറിവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ജ്ഞാനം. അറിവെന്ന് പറയണത് എന്താണ് ചെയ്യേണ്ടത്, അതാണ് അറിവ്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് പറയണതല്ല, അപ്പോസ്തലന്മാരുടെ അനുഭവമാണ്. പത്രോസ് എന്താ പറയണത്, മുടന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈ നീട്ടുകയാണ്. അപ്പോഴും പത്രോസ് പറയും, നീ ഒരു തെണ്ടിയാണ്, നിന്നേക്കാൾ തെണ്ടിയാണ് ഞാൻ. എന്താ കാര്യം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ ഇവിടെ കൂടി പോയ ആൾക്കാർ, എന്നേക്കാൾ നേരത്തെ പോയ ആൾക്കാർ തന്ന കാശ് കിട്ടുന്നുണ്ട് നിൻ്റെ കയ്യിൽ. കുറേ ധർമ്മക്കാരും നമ്മൾ മരിക്കുമ്പോൾ ആൾക്കാർ പറയണത് 5 ലക്ഷം രൂപയൊക്കെ ബെഡിൻ്റെ അടി ഇരിക്കണം എന്നാണ് പറയണത്. അതാണ് മുടന്തൻ്റെ അവസ്ഥ, അതാണ്. പക്ഷേ പത്രോസ് പറഞ്ഞത് എന്താണ്, ഞാൻ വീട്ടിൽ പോയിട്ട് ആ വള്ളവും വിലയും ഇറക്കിയിട്ട് വർഷങ്ങളായി, കുറേ കാശ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഈശോ പറഞ്ഞായിരുന്നു, യുവദാസിനെ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈശോ അനുസരണ കാരണം ഞാനെല്ലാം അവൻ്റെ കൊടുത്തു. അവനെ കാശ് എവിടെയോ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂങ്ങി ചത്തുപോയി. കാശിൻ്റെ കാര്യമാണ്. അപ്പോൾ കാശ് എൻ്റെ കയ്യിലില്ല, സത്യം പറഞ്ഞാൽ 5 പൈസയില്ല. കട്ടൻ ചായ മേടിക്കാൻ തന്നാൽ കുടിക്കണ കണ്ടീഷൻ എൻ്റെ നടപ്പ്. അയാൾ അത് കൃത്യമായിട്ട് പറയേണ്ട അയാളുടെ അവസ്ഥകൾ. പക്ഷേ അയാൾ അതിൻ്റെ അകത്ത് ഷെയിമല്ല അയാൾ. അതാണ് അധികാരം എന്ന് പറയുന്നത്. അയാൾക്ക് പൈസ ഇല്ല കയ്യിൽ, ആകെപ്പാടെ ഉള്ളത് ബ്രീവരി പുസ്തകമാണ് കയ്യിലുള്ളത്, ഒരു ബൈബിളാണ് കയ്യിലുള്ളത്. ആ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കട്ടായമായിട്ട് വർത്തമാനങ്ങൾ പെശക് വർത്തമാനമാണ്. അയാൾ പറഞ്ഞാൽ എൻ്റെ പൊന്നില്ല, എൻ്റെ കയ്യിൽ വെള്ളിയുമില്ല, റോമൻ നാണയവുമില്ല, ഇസ്രയേൽ നാണയവുമില്ല, ഒന്നുമില്ല, ഞാൻ കാലി അടിച്ചിരിക്കുകയാണ്, അട്ടപ്പാടിയാണ് എന്ന് പറയും. ഞാൻ അട്ടപ്പാടി, ചില പഴയ ട്രിവാൻഡ്രംകാരൊക്കെ പറയില്ല അട്ടപ്പാടി എന്ന് പറയും, അത് സംസാര ഭാഷയാണ്. അട്ടപ്പാടി മോശമായിട്ടൊന്നുമല്ല. കാര്യമായത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറയും, പക്ഷേ എൻ്റെ കയ്യിലൊരു നിധിയുണ്ട്, അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അവിടെയാണ് വിഷയം. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം തന്നെയാണല്ല പൗലോസ് പറഞ്ഞത്, ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു നിധിയാണെന്ന്. അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്. എൻ്റെ ഈ പൊന്നുമില്ല വെള്ളിയുമില്ല, എൻ്റെ കയ്യിൽ വേറൊരു നിധിയുണ്ട്. എന്താണ്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയും. അതായത് അവൻ ചാടി ചാടി എഴുന്നേക്കും ഈ മനുഷ്യൻ. എന്താണ് 3:6 പറയണതാണത്. എന്താണ്? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് ഇപ്പം പത്രോസ് പറയുകയാണ്, ഈ നിധി എൻ്റെ കയ്യിലുണ്ടെന്ന്. അതാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞില്ലേ, എനിക്കുള്ളത് നിധിയാണത്. ഈ എനിക്കുള്ളതെന്ന് പറഞ്ഞത് വേറെ ഒരു അപ്പൻ മകനോട് പറഞ്ഞിട്ടുണ്ട്, മകനെ എൻ്റെ കയ്യിൽ ഒരു നിധി, ഇവൻ കൊണ്ടുപോയിരിക്കണത് നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോയിരിക്കണത്. നിധി എൻ്റെ കയ്യിലുള്ള, എനിക്കുള്ളത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാണ് പറഞ്ഞത്? 15:31. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്കുള്ളത് എന്തായിരിക്കും അപ്പോഴേ? ക്രിസ്തുവാണ്, ദൈവമാണ്. കാര്യം ഈ ക്രിസ്തുവിനെക്കുറിച്ച് നിധിയായിട്ട് സ്വത്തായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും. പൗലോസ് അപ്പോസ്തലൻ പോലെ തന്നെ പത്രോസും പറയും. ആദിമസഭയുടെ അനുഭവം അതാണ്, ക്രിസ്തുവാണ് നിധി എന്നുള്ളത്. ക്രിസ്തുവാണ് നിധി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്ത ഉത്കണ്ഠയില്ല. കാര്യം ഒരു 2, 3, 4 കോടി രൂപ ഈ വർഷം വേണ്ടതാണ്. 2 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് റോക്ക് ആർട്സും
പിന്നെ മരിയൻ ഗാർഡൻസിൻ്റെ പിൽഗ്രിം സെൻറ്റർ നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എന്താ കാര്യം, ദൈവം ഓരോ വിഷയങ്ങൾ അതാ സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യും. എനിക്ക് ഇടയ്ക്ക് ദിവസങ്ങളിൽ ഒരു വലിയ അസുഖങ്ങളുണ്ടായി. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു ഹോട്ടലിൽ പോയി അവിടെ താമസിച്ച് 24 മണിക്കൂർ ഞാൻ ജപമാല ചൊല്ലി 20 ദിവസം താമസിച്ചവിടെ. അപ്പോൾ ആ ഹോട്ടൽ ഉടമ എന്നോട് പറയുന്നുണ്ട്, ഇതൊന്ന് വിറ്റുമാറണം വെച്ചാൽ 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയും. 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും ഓർക്കുന്നുണ്ട് ഇദ്ദേഹം ഇവിടെ വരണതും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പണ്ട് 2004 മുതൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഈ ഹോട്ടൽ വിറ്റുമാറാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ഒന്നും അന്ന് ഏറ്റിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ, അതുപോലെ കിഡ്നിയുടെ അസുഖം, ഇങ്ങനെ കുറേ രോഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, അത് നമുക്ക് ഒരുമിച്ച് അസുഖം വരുമ്പോൾ എന്നാ ചെയ്യണത്, എനിക്ക് ടെക്നിക്ക് അറിയാം. ഈ സമയത്ത് പർച്ചേസ് അല്ല, നമുക്ക് ഷെയർ വിൽക്കണ സമയമാണ്, വിശ്വാസം കൈമാറുന്ന സമയമാണ്, വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയമാണ്, വിശ്വാസം നല്ല മൂല്യമുള്ള സമയമാണ്. ഞാൻ ഈ സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞാണ്. ഞാൻ 24 മണിക്കൂർ കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് വേണേൽ കർത്താവായിട്ട് ബാർഗെയിൻ ചെയ്യാം. ഞാൻ ഇത്രയും ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കണത്, എനിക്കെന്തിനാണ് ഇങ്ങനെ അസുഖം വന്നാൽ ചോദിക്കുക. ഒരക്ഷരം ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ പഠിച്ചിരിക്കുന്ന അമ്മടിക്കുക എന്നാണ്. അമ്മയ്ക്കിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പൻ ഈശോ ഉണ്ടാക്കിയ സമയത്തെല്ലാം അമ്മ മിണ്ടത്തില്ലായിരുന്നു. അതെച്ചാൽ വിശ്വാസം വിൽക്കാൻ അവർക്കറിയാം. വിശ്വാസത്തിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് അവരത് കൊടുത്തിട്ട് അത് മൂല്യമാക്കി മാറ്റും. അപ്പോൾ അമ്മ അതുകൊണ്ട് മിണ്ടാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് പകരം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്ന് പ്രാർത്ഥിച്ച് 20 ദിവസം പ്രാർത്ഥിച്ചതിനുള്ളിൽ ആ ഹോട്ടൽ വിറ്റുപോയി. അതിനെതിരിക്കണം ഹോട്ടൽ 12 കൊല്ലം വിൽക്കാത്ത ഹോട്ടലാണ്. ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ് ആ ദിവസങ്ങളാണ് ആ സാധനം വിറ്റ്. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ വിറ്റുപോയി. തട്ടിപ്പിടിച്ച് എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിലേക്ക് ഒന്ന് കൂടുതൽ പ്രെയർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങൾ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം മൂല്യം പ്രാപിക്കുന്നു. ഈ മൂല്യം അപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ, അയ്യോ എനിക്കിത് വന്നല്ല, ഇനി ഇത് എപ്പം തീരാനാണ്, ദൈവം നാശം പിടിക്കാൻ, വേറെ ആർക്കും എന്നെ തന്നെ കണ്ടുള്ള അതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം നിലയം പിടിച്ച് നടക്കത്തില്ലേ. എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വന്നാൽ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെയും കർത്താവിലേക്ക് നിന്ന് മാറാതെ നടക്കുന്ന ആളാണ്, എന്നിട്ട് എനിക്ക് തന്നെ ഇത് വന്നല്ല എന്ന് പറയും. അതല്ല സംഭവം. മറിച്ച് നിൻ്റെ വിശ്വാസമുള്ളവർക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാ ആ വിശ്വാസത്തിന് പരീക്ഷണം വരുമ്പോൾ അത് ഷെയർ, അതിൻ്റെ വിഹിതം വർദ്ധിക്കും, അതിൻ്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നീ അത് ദൈവത്തിൽ തന്നെ വിൽക്കണം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മൂല്യം ഇരട്ടിയായിട്ടിരിക്കും. ഇത് സ്വത്തായിട്ട് മാറുകയും നിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കും ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പൊന്നും വെള്ളിയോ ഇല്ലാത്തതൊന്നും എനിക്ക് പ്രശ്നമില്ല, പോയി പണി നോക്കാൻ പറയുന്നു. അതൊന്നും ഞാൻ എന്നെ ഉൾക്കൊണ്ടതൊന്നുമല്ല. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഒരാളുണ്ട്, എന്താണ് ഒരു നിധി, അത് ഞാൻ നിനക്ക് തരും. എന്താ തരണത്? നീ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. ഇതൊരു കൽപ്പനയാണ്, അധികാരമാണ് അവൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറയണത്. ഇതിനകത്ത് വിശേഷം വെച്ചാലേ, ഇത് അപ്പോസ്റ്റലിക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രൈമറി എക്സ്പീരിയൻസാണ്. ഒരു മുടന്തൻ, ജന്മനാ മുടന്തനാണ് അവനെ. ജന്മനാ മുടന്തൻ മൂലക്കിരുന്നുകൊണ്ട് വായും പൊളിച്ചിരുന്നുകൊണ്ട് പത്രോസിനെ ശ്രദ്ധിക്കുകയാണ്. പത്രോസ് ഈ വചനം പ്രസംഗിച്ചു. ഒന്നാമത്തെ പത്രോസിന് വചനം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ, പ്രാസംഗികനല്ല. പ്രസംഗിച്ചാൽ ഉറങ്ങും ആൾക്കാർ. പത്രോസ് പ്രസംഗിച്ചിട്ട് ആൾക്കാർ നിലയിലൊക്കെ മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ താഴെ വീണിട്ടുണ്ട് ഉറങ്ങിയിട്ട്. ആ പൗലോസ് പ്രസംഗിച്ചിട്ടേ. അപ്പോൾ പൗലോസ് ബേസിക്കായിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ അറിയത്തില്ല. അയാൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിൻ്റെ അകത്ത് പൊടിപ്പത്തുങ്ങനെ പഞ്ചാരയും സേമിയായി ഒന്നും കയറ്റാതെ ഉള്ള കാര്യം പറയുന്ന ആളാണ്. അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഇല്ല പറയും. പക്ഷെ പണ്ടാരെ എഴുത്തിന് ഭയങ്കര അഭിഷേകമാണ്. പക്ഷേ എന്നാലും ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു മുടന്തൻ മൂലക്കിരുന്നുണ്ട് ഇയാളുടെ വായിട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ മുടന്തിന് തലക്കടിച്ച് വചനം കേട്ടിട്ട്. പത്രോസിൻ്റെ വചനമേ കേട്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ്റെ മുടന്തൻ്റെ വിശ്വാസം ഇങ്ങനെ കയറി വന്നു. അവരിങ്ങനെ പൗലോസിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുത്ത മൂലക്കിരുന്നുണ്ട് ജ്വലിക്കണ കണ്ടപ്പോൾ പൗലോസ് അവനെ നോക്കി.
അവനോട് അപ്പോൾ തൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനിലേക്ക് വിശ്വാസം അവരിങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങണത് പൗലോസ് ആത്മാവ് വിവേചിച്ചിട്ട് പൗലോസ് ഒരു കാര്യം വിവേചിച്ച് മനസ്സിലാക്കുക. എന്താണ് പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവർ ഉണ്ടെന്ന് കണ്ട് ആ ജന്മനാ മുടന്തനോട് പറഞ്ഞു, സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴേ ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതുകൊണ്ടേ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞവൻ എഴുന്നേറ്റ് ഓടി. അത് ഭയങ്കര രസമുള്ള ഒരു മിറക്കിളാണ് ബൈബിളിൽ. എന്താണ്? പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. നടപടി പുസ്തകത്തിൻ്റെ എനിക്ക് 14:9 വായിച്ചോളൂ. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. അതായത് തക്ക വിശ്വാസം എന്നുള്ളതൊരു വിഷയമാണ് 14:9. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും ഫയലെടുക്കാത്തതിൻ്റെ കാരണം വിശ്വാസം അപ് ടു ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. തക്ക വിശ്വാസമാകാത്തതുകൊണ്ട്. വിശ്വാസം ഇല്ലയെന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ട്, പക്ഷേ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിച്ചിട്ട് ബാക്കി ഉണ്ടായതല്ല. അഗ്നിശോധന പോലും നടന്നിട്ടില്ല, ഒരു പരീക്ഷ നടന്നിട്ടില്ല. പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ 4 കാലേ വീണ് ഓടി പിന്നെ പള്ളിയിലും കയറുകയില്ല, പ്രാർത്ഥനയ്ക്കും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ഇന്ന് വരെ പരീക്ഷ ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. കാര്യം ഇപ്പം ദൈവത്തിന് പേടിയായിട്ടാണ് നിന്നെ. കാര്യം പരീക്ഷ ഇട്ടാൽ നീ തോറ്റുപോവുകയും ചെയ്യും, ദൈവത്തിന് നീ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല പിന്നെ ചാട വരെ ഇങ്ങനെ കടന്നോട്ടം ചെയ്തിട്ട് പ്രത്യേകിച്ച് പരീക്ഷയൊന്നും ഇല്ലാത്ത എത്രയോ വെണ്ണപ്പാളികളായിട്ടുള്ള അമൂൽ ബേബികളാണ് നമുക്കുള്ളത്. വിശ്വാസം ഇപ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട, അമൂൽ ബേബികളുടെ എണ്ണം കൂടുതലാണിപ്പോൾ. എന്താ കാര്യം? ഒന്നുമില്ല. വിശ്വാസത്തിനോ പ്രാർത്ഥനയ്ക്കോ പറ്റുന്ന രീതിയിലുള്ള ഒരു പരുവപ്പെടൽ അവരുടെ ജീവിതത്തിലില്ല. അവർക്കെല്ലാം പത്താഴം പറ്റൂ, ചക്കി കുത്തി അമ്മ വെച്ചു, ഞാനും ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് സെമി അരിസ്റ്റോക്രാറ്റിക് ലൈഫിലേക്ക് കേരളം ചേഞ്ച് ചെയ്ത കാരണം വിശ്വാസത്തിന് അവിടെ പ്രൊവിഷൻ കുറവാണ്. പക്ഷേ വിശ്വാസത്തിന് ഒരു പ്രൊവിഷൻ വരുമ്പോൾ ഇത് തക്ക വിശ്വാസമായിട്ട് അപ്ഡേഷൻ ഉണ്ടാകണം. ഏതെങ്കിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ മുടന്തനി ഇത്രയും നാൾ സുഖം പ്രാപിക്കാതിരുന്നതെന്ന് കാര്യം വെച്ചാൽ അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരും ഇല്ലായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാരും, പക്ഷേ പ്രസംഗിക്കേണ്ടത് പോലെ അവനോട് പ്രസംഗിച്ചിട്ടില്ല ഇവരൊക്കെ. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെ വിശ്വാസം വർദ്ധിച്ചു? തക്ക വിശ്വാസമായി മാറി. ഇപ്പോൾ ഈ ജനതയുടെ വിശ്വാസങ്ങളെ തക്ക വിശ്വാസമാക്കാൻ, അതായത് ദൈവത്തിന് മുടന്തെല്ലാം മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിൽ നടത്താൻ പറ്റുന്ന വിശ്വാസത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഭയുടെ നിലവിലുള്ള സംവിധാനം എന്തുമാത്രം സഹായകരമാണ്. കാര്യം സിനഡ് അന്തർദേശീയമായിട്ട് നടക്കുന്നു, എല്ലാ സഭകളിലെയും സഭകളുടെ സിനഡുകൾ നടക്കുന്നു. ജനങ്ങളുടെ തക്ക വിശ്വാസ നിലവാരം വർദ്ധിച്ചോ ഇല്ലേ എന്നുള്ളത് സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കാര്യം എപ്പോഴും നമ്മൾ സിനഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. 23 ഒരു സിനഡ് നടക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തീഷ്ണമതിയായിട്ടുള്ള അച്ഛന്മാർ ആ വർക്ക് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഈ തക്ക വിശ്വാസത്തിലേക്ക് കേൾവിക്കാർ ഉയരാത്തോളം കാലം നമ്മൾ എന്തോ ചെയ്ത് നമ്മൾ കൂട്ടിയെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു സമാധാനവും സംതൃപ്തിയും കിട്ടുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സുവിശേഷ നടപടി സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളർച്ച എപ്പോഴും ഒരു 0 ആയി നിൽക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സഭയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന വിധത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി എല്ലാ സഭകളും ഏകസ്ഥ സഭകള്, പ്രാദേശിക സഭകള്, സാർവദേശിക സഭകള്, പൗരസ്ത്യ സഭകള്, സാർവത്രിക സഭകള് എല്ലാം യേശുവേ അങ്ങയെ നിധിയായി കാണാൻ
അങ്ങേ രഹസ്യമായി കാണാൻ, അങ്ങേ രഹസ്യമായി കാണാൻ, അങ്ങേ അങ്ങേ ജ്ഞാനമായി കാണാൻ, ജ്ഞാനമായി കാണാൻ, അറിവായി കാണാൻ, അറിവായി കാണാൻ, അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ജീവിച്ച് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ തക്ക വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. മഹത്വപ്പെടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ തക്ക